ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എനിക്ക് തന്ന ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുകയാണ്. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 കാര്യങ്ങളെ പറ്റിയാണ്. 1, ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് തന്ത്രം എന്താണ്. 2, എന്നെപ്പോലെ അബദ്ധം പറ്റിയിരിക്കുന്ന ആളുകൾ എന്താണ് ഇനി ചെയ്യേണ്ടത്. 3, ഇനിയും ഈ മിഷൻ മേടിക്കുവാൻ, ഈ കമ്പനിയിൽ നിന്ന് മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. 4, ഈ മിഷൻ്റെ പ്രൊഡക്ടിവിറ്റി എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് തന്ത്രത്തെ ഒന്ന് പരിശോധിക്കാം. ഇവരുടെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിൽ കൂടെയാണ് ഇവർ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇവർ വീഡിയോകളുണ്ടാക്കി കേരളത്തിലാണെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്ന മലയാളി സ്റ്റാഫിനെ കൊണ്ട് വീഡിയോകളുണ്ടാക്കി അവർ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ് ഭാഷ അറിയാവുന്നവരെ കൊണ്ട് വീഡിയോകളുണ്ടാക്കി അവർ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ ഈ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ്സ് കോളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ്സും അവിടെ കാണുവാൻ സാധിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബിൽ കണ്ട് നമ്മളൊരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ് പേഴ്സൺ നമ്മളെ നിരന്തരമായി കോൾ ചെയ്യുകയും അവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അവർ നമ്മളെ ഫോഴ്സ് ചെയ്യും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അവർ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 40% ഡിസ്കൗണ്ട്, 30% ഡിസ്കൗണ്ട് ഉണ്ട്, ഇത് 2 ആഴ്ചക്കുള്ളിൽ തീരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളിൽ നിന്നും അഡ്വാൻസ് മേടിക്കും. അഡ്വാൻസ് മേടിച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നമ്മൾ പിന്നീട് അവരെ നിരന്തരമായി ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ചെല്ലുകയോ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. അതുപോലെ തന്നെ ഇവർ ഒരിക്കലും അവരുടെ ഹൈ അതോറിറ്റിയുടെ നമ്പറുകൾ, അല്ലെങ്കിൽ ജനറൽ മാനേജറിൻ്റെയോ സിഇഒയുടെയോ ഓണറുടെയോ അങ്ങനെയുള്ള ഒരാളുകളുടെയും നമ്പർ നമുക്ക് കൈമാറത്തില്ല. മറ്റൊന്ന്, നമ്മൾ ഈ മിഷൻ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ആരുമായിട്ടാണോ സംസാരിച്ച ആ വ്യക്തി ഒരിക്കലും നമ്മളെ ഫേസ് ചെയ്യത്തില്ല. മറ്റൊരു വ്യക്തിയായിരിക്കും നമ്മളെ വന്ന് കാണുന്നത്. ഇതെൻ്റെ അനുഭവമാണ്. മറ്റൊരു വ്യക്തിയായിരിക്കും നമ്മളെ വന്ന് കാണുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മോഡൽ മാറിയത് കാരണം നമുക്ക് തന്നിരിക്കുന്ന ഇൻവോയ്സിനെക്കാട്ടും 10% എങ്കിലും കൂട്ടിയിട്ട് പുതിയ മോഡലിന് അവർ വില പറയും. സ്വാഭാവികമായും നമ്മൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്കുകയും ആ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് അവരുടെ മറ്റൊരു തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണിക്കുന്ന ഈ മിഷൻ, ഡെമോയ്ക്ക് കാണിക്കുന്ന മിഷൻ ഒരിക്കലും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യത്തില്ല. അവർ പറയും വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് ഡെലിവറി തരും എന്ന് പറഞ്ഞ് നിങ്ങളെ ഫുൾ പേയ്മെൻറ്റ് മേടിച്ച് പറഞ്ഞയക്കുന്നതല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ആ മിഷൻ നിങ്ങൾക്ക് തരത്തില്ല. ഈ 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1 മാസമെങ്കിലും എടുക്കാതെ നിങ്ങളുടെ കയ്യിൽ ആ മിഷൻ സാധാരണ കിട്ടാറില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഇനിയും 2ാമത്തെ പോയിൻ്റ്, എന്നെപ്പോലെ അബദ്ധം പറ്റിയിരിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ബില്ല്, ഇൻവോയ്സ്, ഡെലിവറി ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. 2ാമത്, നിങ്ങളൊരു കൺസ്യൂമർ കോർട്ടിൽ പോയി ഒരു പരാതി കൊടുക്കുക. കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അക്ഷയ ത്രൂ, നിങ്ങൾക്ക് സമയമുള്ള ഏതൊരു അക്ഷയ ത്രൂവിൽ നിങ്ങളുടെ ഈ ഉള്ള എല്ലാ ഡോക്യുമെൻറ്റ്സുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി നേരിട്ട് പോയി പരാതി കൊടുക്കാവുന്നതാണ്. 3ാമത്, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്, മാക്സിമം ഈ വീഡിയോസ് നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തക്കത്തക്ക രീതിയിൽ എല്ലാ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലും, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇവിടെയെല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റാളുകൾക്ക് ഈ അബദ്ധം പറ്റാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രചരിപ്പിക്കാം. അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ അബദ്ധം പറ്റിയിട്ടുണ്ടോ അവരൊക്കെ മടിച്ചു നിൽക്കാതെ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഈ മിഷൻ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ
പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അഡ്വാൻസ് കൊടുക്കരുത്. കമ്പനിയിൽ നേരിൽ പോയി നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്നിൽ ജനറൽ മാനേജറോ ഓണറുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ വിസിറ്റിംഗ് കാർഡ് മേടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം. 2, നിങ്ങൾ വാറണ്ടി കാർഡ് തീർച്ചയായും നിങ്ങൾ കയ്യിൽ മേടിച്ചു കൊള്ളണം. അതുപോലെ തന്നെ ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ മിഷൻ ഡെലിവറി ചെയ്യുവാൻ നിങ്ങൾ ആവശ്യപ്പെടുക. പിന്നെ സർവീസ് എഗ്രിമെൻറ്റ്, റിട്ടേൺ സർവീസ് എഗ്രിമെൻറ്റ് നിങ്ങൾ തീർച്ചയായും മേടിച്ചിരിക്കണം ഈ കമ്പനിയിൽ നിന്നും. അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെ പെട്ടുപോകും. അതുകൊണ്ട് ദയവായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ മുന്ന് തന്നിരിക്കുന്ന വീഡിയോകൾക്ക് തന്നിരിക്കുന്ന സഹകരണം, ഈ വീഡിയോ പൂർണ്ണമായും കാണുകയും മാക്സിമം ലൈക്ക് ചെയ്യുകയും ചെയ്യുവാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 2 മാസം മുന്നേ എൻ്റെ മിഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പൊടിച്ച ഒരു പ്രൊഡക്റ്റിൻ്റെ തൊണ്ടിൻ്റെതാണ് ഈ കാണിക്കുന്നത്. അവർ പറയുന്നത് നല്ലവണ്ണം പൊടിയൊന്നാണ്, ഓലയായിട്ട് കിടക്കുകയാണ്, തൊണ്ടായിട്ട് കിടക്കുകയാണ്. ഇതാണ് ഈ മെഷീനിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നേരിൽ കാണാനൊക്കും ഈ മെഷീനിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്താണെന്ന്. അതിനുശേഷം ഞാൻ ഇപ്പോൾ 2 മാസത്തോളമായി ആ മെഷീൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നിരന്തരമായി ഇവരുടെ കമ്പനിയുമായി കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആരും കോൾ